സി കേരളം സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. കടയ്ക്കാവൂർ പുത്തൻവിള അമ്മൂമ്മക്കാവ് ദേവീക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. സൂപ്പർ ബമ്പറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ യാത്രകൾ കഴിഞ്ഞ് ഓരോ ദേശത്തും ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സ്നേഹം, അത് മാത്രമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മളോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, സാധാരണക്കാരിൽ സാധാരണക്കാരായ, നന്മയെ മനസ്സോട് ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലേക്ക് മാത്രമാണ് സൂപ്പർ ബമ്പർ ഇറങ്ങിച്ചെല്ലുന്നത്. സി നെറ്റ്വർക്ക്, സി കേരളം തീർച്ചയായിട്ടും സാധാരണക്കാരൻ്റെ ഒപ്പം തന്നെയാണ്. ഏതായാലും നമുക്കിന്ന് ഇവിടെ നമ്മുടെ സൂപ്പർ ബമ്പർ ആർക്ക് കിട്ടും, ആര് കളിക്കും, എത്ര പേർ വിജയിക്കും എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുള്ള നാട് തന്നെയാണിത്. ഏതായാലും അവരെ ഒരുപാട് നമ്മൾ വെയിലത്ത് നിർത്തുന്നത് ശരിയല്ല. കാരണം വെയിൽ ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തിത്തുടങ്ങി. പാർട്ടിസിപ്പൻസ് ഏതാണ്ട് 5 പേര് 6 പേരോളം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം. നല്ല
ആദ്യത്തെ ചോദ്യം ഇതാണ്. 5 പേരിൽ ഒരാളാണ് ഉത്തരം പറയേണ്ടത്. തല തിരിച്ചിട്ടാൽ ചെറുതാവുന്നത് ആര്? 9 അല്ലേ? 9 ആണ്. ഓക്കെ. അപ്പൊ തല കുത്തിക്കിടക്കുമ്പോ ആരായിരിക്കും? 6 ആണ്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുക്കാം ഷിജുവിന്. സി കേരളം സൂപ്പർ ബമ്പറാണ് കടക്കാവൂര് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഗെയിമിൽ പങ്കെടുക്കുവാനായി ആദ്യം അവസരം ലഭിച്ചിരിക്കുന്നത് ഷിജുവിനാണ്. ഷിജുവിന് സ്വാഗതം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ഇന്ന് മത്സരിക്കാനെത്തിയിട്ടുള്ള മിടുമിടുക്കൻ നമ്മുടെ ഷിജു, മേസ്തിരി ഷിജു അല്ലേ? അത് ആ പേരിലാണ് പുള്ളിയോട് അറിയപ്പെടുന്നത്. അപ്പം സ്വന്തമായിട്ട് പുള്ളി ഇട്ടതാണോ പേര്? സ്വന്തമായിട്ട് ഇട്ട പേരാണോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇന്നിട്ട് ഒരു പഞ്ചിന് വേണ്ടി TV വരുമ്പോ അല്ലേ, ഒരു പഞ്ചിന് ഷിജു എന്ന് പറഞ്ഞാൽ ആരും ഓർത്തിരിക്കില്ല അല്ലേ? എവിടെ പണി അത്യാവശ്യം കുഴപ്പമില്ല, പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇന്ന് ബമ്പർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ബമ്പർ ഷിജു നാക്കാം. ഓക്കെ, എന്തായാലും ആവട്ടെ, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഷിജുവാണ് ഇവിടെ ഉള്ളത്. സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ടുള്ള ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഷിജുവാണ്. നമുക്ക് ബമ്പർ നേടാനുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. രണ്ട് പെട്ടിയുണ്ട്, ഒന്നിൽ പണപ്പെട്ടിയും ഒന്ന് പണിപ്പെട്ടിയും. പണിപ്പെട്ടിയിൽ നിന്ന് പണി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് മാത്രമാണ് നമുക്ക് പണപ്പെട്ടിയിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ. ഏതായാലും ഓഡിയൻസിനും ചോദ്യമുണ്ട്, ഓഡിയൻസിന് സമ്മാനമുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ആദ്യത്തെ ഗെയിം, ഷിജുവിനെ കാത്തിരിക്കുന്ന ആദ്യത്തെ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിജുവിനുള്ള ആദ്യത്തെ ഗെയിം എന്താണെന്ന് അറിയണ്ടേ? ഗോലി സോഡ. ഗെയിം തുടങ്ങാം. അതിനു മുന്നേ ഒരു ചെറിയ പെർഫോമൻസ്. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലൻ കോര പറിച്ചാട്ടെ. തക തക താത്തിനും തക തെയ്താര തകദിനും തക തെയ്താര താത്തിനും തക തകദിനും തക തകദിനും തക തെയ്താര താത്തിനും തക തെയ്താര തകദിനും തക തെയ്താര താത്തിനും തക തകദിനും തക തകദിനും തക തെയ്താര. സി കേരളം ബാക്കി പറ സൂപ്പർ ബമ്പർ. അപ്പോ നമുക്ക് ഗോലി സോഡ തുടങ്ങാം അല്ലേ? ഷിജുവിനോട്ട് നല്ലൊരു പണി കൊടുക്കാം. 1000 രൂപ ഷിജുവിന് കിട്ടാനുള്ള ഗെയിമാണിത്. സ്റ്റാർട്ട് ചെയ്യാം ഷിജു. ഓക്കെ അല്ലേ? ഷിജു ചെയ്യേണ്ട ഇതാണ്. 120 സെക്കൻഡിനുള്ളിൽ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നിറച്ച് വെള്ളമുണ്ട്, കുറച്ച് മുട്ട കിടപ്പുണ്ട്. മുട്ട മുഖം കൊണ്ട്, അതായത് മൗത്ത് കൊണ്ട് എടുക്കുക, ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഓരോ കുപ്പിയുടെ മുകളിലും ഓരോ മുട്ട വെക്കണം. 120 സെക്കൻഡാണ് സമയം. മനസ്സിലായോ? 120 സെക്കൻഡാണ് സമയം. ചെല്ലുക, മുഖം കൊണ്ട് വാ കൊണ്ട് എടുക്കുക, വാ കൊണ്ട് വെക്കുക. വാ കൊണ്ടാണ്, മുഖമെന്ന് ഉദ്ദേശിച്ച് വാ കൊണ്ട് എടുക്കുക. കൈ ഉപയോഗിക്കരുത്, കൈ പുറകിൽ കെട്ടണം. 120 സെക്കൻഡിനുള്ളിൽ ഈ ഗെയിം തീർക്കുകയാണെങ്കിൽ ആദ്യത്തെ ഗെയിമിൽ ഷിജു വിജയിക്കും. ആദ്യത്തെ വിജയ സമ്മാനമായ 1000 രൂപയാണ് ഷിജുവിന് കിട്ടാൻ പോകുന്നത്. സ്വന്തമായി പേരിന്റെ കൂടെ മേസ്തിരി എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട ഷിജു, മേസ്തിരി ഷിജു ആണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്.
ഓക്കെ കമോൺ മകേഷേ പോയി ആ റൈറ്റ് വെരി ഗുഡ് ആദ്യത്തെ കുട്ട വെച്ചിരിക്കുകയാണ് അതെ സമയം 30 സെക്കൻഡ് ആയിട്ടുള്ളൂ അടുത്തത് 30 സെക്കൻഡിനുള്ളിൽ ഷിജുവിന്റെ അത്യുഗ്ര പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിജു ശ്രമിച്ചാൽ നടക്കും. 120 സെക്കൻഡാണ് സമയം. മകേഷേ പതുക്കെ വെറുതെ വെക്കരുത്. പതുക്കെ ശ്രദ്ധിച്ചു വെക്കുക. ശ്രദ്ധിച്ച അനങ്ങാതെ വെച്ച പോലെ ശ്രദ്ധിച്ചു നോക്ക്. തിരക്ക് വേണ്ട ഷിജു, തിരക്ക് വേണ്ട. പതുക്കെ പോ. അടുത്ത് ഒരെണ്ണം വെച്ചാൽ മതി. ഒരെണ്ണം വെച്ചാൽ മതി. ഒരെണ്ണം ശ്രദ്ധിക്കുക. സമയമുണ്ട്. പ്രാർത്ഥിക്കുക. കയ്യടിക്കുക. സമയമുണ്ടോ? നടക്കൊക്കെ കളയില് സമയമുണ്ടോ? നിങ്ങൾക്കറിയാം എത്ര സെക്കൻഡ് ബാക്കി ഉണ്ടായിരുന്നു? 5 സെക്കൻഡ് ബാക്കി നിൽക്കുകയാണ് ഇത്രയും ചെയ്തു തീർത്തത്. എന്തുണ്ട് ഷിജു? ഇത്തിരി പാടായിരുന്നു. ഇത്തിരി പാടല്ല, നല്ല പാടായിരുന്നു അല്ലേ? വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ഗെയിമിൽ ഇത്രയും ഗെയിം നമ്മൾ ഓരോ ദിവസവും ഓരോ ഗെയിം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സാധാരണ ആദ്യമൊക്കെ ഇച്ചിരി എളുപ്പമുള്ള ഗെയിമൊക്കെ കിട്ടാറ്. എന്താണെന്നറിയത്തില്ല, ഇന്ന് ഇച്ചിരി ടഫായിരുന്നു. എന്താണെന്നറിയില്ല, അത് വിധി ഷിജുവിനറിയാം. എന്തായാലും വിധിയെ തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഷിജു. ആദ്യത്തെ ഗെയിമിൽ ഷിജുവാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ, 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ ഷിജു തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഷിജു, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ. നമുക്ക് അവർ രണ്ടുപേരും ഇവിടെ പാടാം അല്ലേ? പാട്ട് എനിക്ക് നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെ ഏതെങ്കിലും പാടാം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ വീണ്ടും സാഗരം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. നന്നായിട്ടേ പാട്ടിലങ്ങ് ലയിച്ചു പോയി. എന്തൊരു ഉള്ളം അങ്ങ് ഉരുകുമായിരുന്നു അല്ലേ? 2000 രൂപയുടെ ഗെയിമാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ നടക്കുന്നത്. നമ്മുടെ കൂടെ മത്സരിക്കുന്നത് ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആദ്യത്തെ ലെവൽ കഴിഞ്ഞ് രണ്ടാമത്തെ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഗെയിം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നോക്കാം ഷിജു. ഷിജുവിന്റെ ഗെയിം മാലയുണ്ടോ മാല. എന്താണ് ഈ ഗെയിം എന്നറിയാവോ? ഒന്ന് ശ്രമിച്ചു നോക്കിയോ. മാലയുണ്ടോ മാല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പം ഉള്ള ഒരു ഗെയിമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. കാരണം ഗെയിം മാസ്റ്റർ നല്ല ഗെയിമാണ് തന്നിരിക്കുന്നത്. മാലയുണ്ടോ മാല എന്നുള്ള ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് ഷിജുവുമായിട്ടൊരു കടമുണ്ട്. എന്താണ്? നമുക്ക് ഷിജുവിനോട് മാലയുണ്ടോ മാല ഈ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഈ ഗെയിമിനുള്ള സമയം 100 സെക്കൻഡാണ്. 100 സെക്കൻഡിനുള്ളിൽ 10 മാല കളക്ട് ചെയ്ത് ഇതിനകത്തിടുക. അത് ഓഡിയൻസിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ഓരോ മാല തരണം. ഗെയിം സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരു മാല മേടിക്കുക. സ്വർണ്ണമാല, വെള്ളിമാല ഇതൊന്നും പറ്റത്തില്ല. മുത്തുമാലയോ വൈരമാലയോ എന്തായാലും കുഴപ്പമില്ല. ഒരു മാല മേടിക്കുക. ഷിജുവിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഒരു മാല മേടിക്കുക, ഇവിടെ കൊണ്ടുപോയി ഇടുക. അടുത്ത മാല മേടിക്കുക. എവിടെ മാല ഞാൻ പറിക്കും. മാല കൊണ്ടുപോയി ഇവിടെ ഇടുക. അങ്ങനെ ഓരോ മാല വീതം വാങ്ങി 10 മാലയാണ് ഇടേണ്ടത്. ഷിജുവിനെ വിശ്വാസമുള്ളവരെന്ന് കരുതി നിങ്ങൾ സ്വർണ്ണമാല കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഗെയിം മാസ്റ്റർക്ക് വീണ്ടും നന്ദി പറയുകയാണ് എളുപ്പമുള്ളൊരു ഗെയിം തന്നതിന്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. മാലയുണ്ടോ? മാല ഓരോ മാല വീതം ഇടുക. നമുക്കുള്ള സമയം 100 സെക്കൻഡാണ്. 10 മാലയാണ് ഇടേണ്ടത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ഗെയിം തുടങ്ങിയാണ്. സ്വർണ്ണമാല ഇടരുത്. 100 സെക്കൻഡാണ് സമയം. 3, 4, 5, 6 ഓരോന്നിടണം. 7, 8 ഇപ്പുറത്തുനിന്ന് 9, 10, 30 സെക്കൻഡ്. 11, 12, 13, 14, 15, 10, 9, 8, 7, 6, 5, 3, 2, 1, 0. എത്ര മാലയായിട്ടിരിക്കുന്നറിയോ? എത്ര എണ്ണമെന്നറിയോ? 10 എണ്ണം മതിയായിരുന്നു. 14 അല്ല, നമുക്കൊന്ന് എണ്ണായത് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 മാല. സി കേരളം സൂപ്പർ ബമ്പറിൽ 2000 രൂപയാണ് ഷിജുവിന് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ ഷിജു തയ്യാറാണോ? തയ്യാറാണോ? ഈ ടീമിന്റെ സപ്പോർട്ട് ഉണ്ടോ? എങ്കിൽ നല്ലൊരു കയ്യടി. 3000 രൂപയ്ക്കുള്ള ഗെയിമാണ് നടക്കാൻ പോകുന്നത്. അടുത്തത് ഷിജു റെഡിയല്ലേ? നോക്കാം ഷിജു. ഇതൊരു നല്ല ഗെയിം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. രസമുള്ള ഗെയിം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഷിജു ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഷിജുവിനെ ഞാൻ കാണിച്ചു തരുന്നില്ല. ഇവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു ചെറിയ പെർഫോമൻസിന് ശേഷം. കൊള്ളാം, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്താ പേരെന്താ? നയന.
നയന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പത്താം സ്റ്റാൻഡേർഡ്. 10ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇപ്പം ക്ലാസ് ഉണ്ടോ? പോകുന്നുണ്ട്. പോകുന്നുണ്ടോ? ഓക്കെ, മോക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ മോളെ, താങ്ക് യു. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്റെ ഗെയിമിന്റെ പേരാണ് ഞാൻ വരുന്നു. ഗെയിം ഇതാണ്. ഇവിടെ നിൽക്കുക, ഈ ബോൾ എടുക്കുക, ഇവിടെ കുറച്ച് സൂചി കുത്തി വെച്ചിട്ടുണ്ട്, എറിഞ്ഞ് അതിൽ കൊള്ളിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു സ്മൈലി ആണ്. എത്ര സെക്കൻഡാണ് സമയം? 80 സെക്കൻഡാണ് സമയം. 3 ബോൾ നിങ്ങൾ എറിഞ്ഞ് അതിൽ കൊള്ളിച്ചാൽ മതി. 3 എണ്ണം. ഗെയിം സ്റ്റാർട്ട്. ഓക്കെ, ഗെയിം ജയിച്ചിരിക്കുകയാണ്. 3000 രൂപയ്ക്കുള്ള ഗെയിമിൽ ഷിജു വിജയിച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാൻ ഷിജു റെഡിയാണോ എന്ന് നോക്കണം. ഷിജു റെഡിയാണോ? ഓൾറെഡി റെഡിയാണോ ഷിജു? റെഡിയാണ്. ഈ പൈസ ഷിജു എന്ത് ചെയ്യാണെന്ന്? 1000 രൂപ ആയിരുന്നു കിട്ടിയത്. 1000 രൂപയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു? എന്റെ പയ്യന്മാർക്ക് എല്ലാവർക്കും കൊടുക്കും. അതാണ്. 2000 രൂപ കിട്ടി, എന്ത് ചെയ്യും? 3000 രൂപ കിട്ടണമെങ്കിൽ 2000 രൂപ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്തു? 750 രൂപ എന്റെ പയ്യന്മാർ കൊടുക്കും. ബാക്കി പൈസ ഓക്കെ ഓക്കെ. 3000 രൂപ കിട്ടി, 1000 രൂപ കൊടുക്കും. 1000 രൂപ കൊടുക്കും. അതെന്ത് കണക്കാന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ട്. വീട്ടിലൊന്നും കൊടുക്കൂലേ? ബാക്കി 2000 ഉണ്ടല്ലോ. 2000 ഉണ്ടല്ലോ. ഭാര്യയ്ക്ക് എന്ത് മേടിച്ചു കൊടുക്കും? 2000 രൂപയകത്ത്. ഓക്കെ, അടുത്ത ഗെയിമിലേക്ക് പോകാൻ ഷിജു റെഡിയാണോ? റെഡിയാണ്. 5000 രൂപയുടെ ഗെയിമാണുള്ളത്. എങ്ങാനും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? 1500 രൂപ എന്റെ അമ്പലത്തിൽ കൊടുക്കും. ഓ ഗ്രേറ്റ്, വെരി ഗുഡ്. ഏതായാലും അടുത്ത ഗെയിം ഏതാണെന്ന് അറിയണം. അടുത്ത ഗെയിമിലേക്ക് പോകണം. അതിന് മുമ്പ് ഒരു ചെറിയ പെർഫോമൻസ്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മേരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവല്ലി കുടിലിൽ വെച്ചോ ആരോടും ചിരിക്കുന്ന കുസൃതിക്കു പ്രിയദേവൻ ജീരകക്കസവിൻ്റെ പുടവ തന്നു, പട്ട് പുടവ തന്നു. നീ ശ്രീമംഗലയായി അന്നു നീ സീമന്തിനിയായി. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി ആറാട്ടുഗംഗാ തീർത്ഥത്തിൽ വെച്ച്
നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു പാട്ട്? പാട്ട് പഠിക്കുന്നില്ലായിരുന്നു. പാടുമായിരുന്നു ഇടയ്ക്ക്, വല്ലപ്പോഴും ബുക്കിനകത്തൊക്കെ എഴുതി അല്ലേ? പാടുമായിരുന്നു. ഗംഭീരമായിട്ട്. ടീച്ചറാണോ? ചേച്ചിക്ക് ഒരു ടീച്ചർ ലുക്ക് ഉണ്ടല്ലോ. ടീച്ചറായിരുന്നു. ഇപ്പം ടീച്ചറല്ല. ഇപ്പൊ ടീച്ചറല്ല, പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറാണോ? ആഹാ, അടിപൊളി. പേരെന്താണ്? മോഹനകുമാരി. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളുടെ വാർഡിൽ മാത്രമല്ല, ഇനി അടുത്ത വാർഡിലും എല്ലാ വാർഡിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം, നന്ദി. സൂപ്പർ ബമ്പറിന്റെ എല്ലാവിധ ആശംസകളും ചേച്ചിക്ക് തരികയാണ്. അടുത്ത ഗെയിമിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ ഷിജു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഹാപ്പിയാണ്. 3000 രൂപ കിട്ടി. 1000 രൂപ കൈ തന്നു. 2000 രൂപ ഞാൻ തരാനുണ്ട്. 2000 രൂപ തരണമെങ്കിൽ ഷിജു 2 വരി പാട്ടുകൂടെ മൂളണം. റെഡിയല്ലേ? റെഡിയാണ്. ഏത് പാട്ടാ ഷിജു പാടുന്നത്? ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി നീ ഇളമാൻകിടാവേ ഉറക്കമായോ രാത്രിതൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി പോയി ഉറങ്ങാൻ പോയി ചന്ദനച്ചോലയില്. എന്തായാലും ഷിജുവിനുള്ള കടം 2000 രൂപയുടെ ബാലൻസ് ആണ് ഞാൻ കൊടുക്കാനുള്ളത്. 3000 രൂപയുടെ ഗെയിം കഴിഞ്ഞു. 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇതാ ബാക്കി 2000 രൂപ. 5000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള സ്റ്റെപ്പ് മാത്രമാണ് 5000 രൂപയുടെ ഈ ഗെയിം. അറിയാമല്ലോ അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. ഗെയിം മാസ്റ്റർ ഏത് ഗെയിമാണ് ഷിജുവിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം. പണിയാണോ, കെണിയാണോ, അതോ കൂടെ നിൽപ്പാണോ ഗെയിം മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം പണി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗെയിമിന്റെ പേര് വളഞ്ഞ വഴി. വളഞ്ഞ വഴി, ഇതാണ് ഗെയിം. ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഈ ബോർഡിന്റെ താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഓരോ ബോൾ എടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ 3 ബോളാണ് ഈ ബോളിൽ തട്ടി ഇതിനകത്തുണ്ട്. ഷിജുവിന് ഗെയിം മനസ്സിലായോ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വളഞ്ഞ വഴി. 60 സെക്കൻഡിനുള്ളിൽ 3 ബോള്.
ഏതാണെന്ന് നോക്കാം. ഷിജു, അടുത്ത ഗെയിമിന്റെ പേരാണ് ഇരു കൈ അറിയാതെ. ഏതായാലും ഈ ഗെയിം എന്താണെന്ന് നോക്കണം. അതിനു മുന്നേ ഒരു ചെറിയ പെർഫോമൻസ്. ഈടമായി നമ്മൾ അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ? ഗംഭീരമായിട്ട് അദ്ദേഹം പാടി. അപ്പം എന്താ ചെയ്യുക, 10,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ 3000 രൂപയെ കിട്ടുള്ളൂ, തൃപ്തിപ്പെടേണ്ടി വരും. മാക്സിമം നമുക്ക് ശ്രമിക്കാം അല്ലേ? അപ്പോൾ ഇരു കൈ അറിയാതെ, ഇതാണ് ഈ ഗെയിമിൻ്റെ പേര്. എത്ര സെക്കൻഡാണ്? 40 സെക്കൻഡാണുള്ളത്. ഗെയിം ഇതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഇത് കൈവെക്കുക, ഈ കപ്പ് കയ്യിൽ വെക്കുക, ബോള് അപ്പുറത്തോട്ട് എറിയുന്ന ടൈമിൽ തന്നെ ഇവിടെ വന്ന് ഇത് പിടിക്കുക. 40 സെക്കൻഡിനുള്ളിൽ 10 ബോളാണ്. എന്നിട്ട് ഈ ബോൾ കൊണ്ട് ഇവിടെ ഇടണം കേട്ടോ. മനസ്സിലായില്ലേ? അതാണ് ഗെയിം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 40 സെക്കൻഡിനുള്ളിൽ 10 ബോള് ഇവിടുന്ന് എറിഞ്ഞിട്ട് ഇതിനകത്ത് പിടിച്ച് ഈ ബക്കറ്റിലിടുക. ഇതാണ് ഗെയിം. ഇരു കൈ അറിയാതെ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. എനിക്ക് തോന്നുന്നത് ഗെയിം മാസ്റ്റർ കളിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയിച്ചാൽ കിട്ടുന്നത് 10,000 രൂപ ആണ്, ഇല്ലെങ്കിൽ
വെറും 3000 രൂപ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. വിഷമമില്ല, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ തന്നെയാണ് ഷിജു, അല്ലേ? എങ്കിലും മനസ്സ് പതറാതെ മുന്നോട്ട് തന്നെ പോകാം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിന്റെ പേരാണ് ഇരുകൈ അറിയാതെ. ഗെയിം സ്റ്റാർട്ട്. അതെ, 40, 39, 38, 37. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. 3 20 സെക്കൻഡ് കഴിഞ്ഞ് മാക്സിമം മുകളിലെറിയ. ഇവിടുന്ന് എറിയണം. ഇവിടുന്നാണ് എറിയേണ്ടത്. അവിടെ പോയിട്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് എറിയ. 30 സെക്കൻഡ് കഴിഞ്ഞു. ഇവിടുന്ന് എറിയ. 5 സെക്കൻഡ് കൂടെ ഉണ്ട്. 3, 2, 0. എത്ര എണ്ണം പിടിച്ചു? 6 എണ്ണമേ പിടിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രമിക്കാനുള്ള സമയം കിട്ടിയായിരുന്നെങ്കിൽ, ഒന്ന് ബാലൻസ് ചെയ്തായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത് അവിടെ പോയി എറിയുന്നു, ഇവിടെ പോയി എറിയുന്നു. ഒരിടത്ത് നിന്ന് എറിഞ്ഞ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്, അല്ലേ? എളുപ്പമുള്ള ഗെയിമാണ്, പക്ഷേ അതൊന്ന് കൺഫ്യൂഷനായിപ്പോയി. നമ്മുടെ മൊട്ട ഗെയിം പോലെ തന്നെയുള്ളൊരു ഗെയിമായിരുന്നു, അല്ലേ? മൊട്ട ഗെയിം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ്. ഏതായാലും ഷിജു നന്നായിട്ട് കളിച്ചു, ഒരുപാട് ആത്മാർത്ഥമായിട്ട് കളിച്ചു. പ്രതീക്ഷിച്ചൊന്നുമല്ല, അല്ലേ? ഇത്രയും വലിയ 3000 രൂപയ്ക്ക് പോലും നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമല്ല. അത് വന്ന് സംഭവിച്ചു. ഏതായാലും ആ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് അത് വലിയൊരു കാര്യമാണ്. ഷിജുവിൻ്റെ വൈഫിനും ഷിജുവിൻ്റെ സുഹൃത്തുക്കൾക്കും ഷിജുവിൻ്റെ നാട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി പറയുകയാണ്. സൂപ്പർ ബമ്പർ ഇനിയും ഇവിടെ വരും, നിങ്ങളെ കാണുവാൻ വേണ്ടി വരും, ഒരുപാട് നിങ്ങൾക്ക് സമ്മാനം തരുവാൻ വേണ്ടി വരും. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വരാനൊക്കെ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം എവിടെ ചെന്നാലും കിട്ടുന്ന ഈ സ്നേഹം ഒക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഷിജു, ഒരുപാട് സന്തോഷം. ഷിജു, ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. ശരിക്കും പറഞ്ഞാലേ നമ്മുടെയൊക്കെ ഒരു ഹൃദയം എന്ന് പറയുന്നത് എന്തിനു പറ്റുന്ന ഒരു വളം, അല്ലേ? വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ഹൃദയം, അല്ലേ? എന്ത് നട്ടാലും അവിടെ വിളയും. അവിടെ ഇപ്പോൾ സ്നേഹമാണ് നമ്മൾ നടുന്നതെങ്കിൽ ഭയങ്കര സ്നേഹം ഇങ്ങനെ പടർന്ന് പന്തലിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദേഷ്യം മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന അവിടെ ദേഷ്യം മാത്രം, എല്ലാവരോടും ദേഷ്യമായിരിക്കും. സ്നേഹമാണ് സ്നേഹം, ദയയാണ് ദയ മാത്രമേ കാണുള്ളൂ. എന്തും വളരുന്ന മനസ്സാണ് നമ്മളുടെ. അതുകൊണ്ട് നമുക്ക് നല്ലതിനെ നമ്മുടെ മനസ്സിലിട്ട് വളർത്താം, സ്നേഹത്തെ വളർത്താം, വിദ്വേഷത്തെ പാടെ നമുക്ക് പിഴുതെറിയാം. സ്നേഹം വളരട്ടെ, നന്മ വളരട്ടെ. നല്ല ബമ്പറുകളുമായി, നല്ല സമ്മാനങ്ങളുമായി നാളെ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുണ്ടാവും. അതുവരേക്കും കേരളം സൂപ്പർ ബമ്പറിൽ നിന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരനും കൂടെ പ്രിയ ഷിജു.